വായനാ ദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്രമല്ല RX എന്ന ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വായനാ ദിന ക്വിസ് LP അഥവാ UPക്കുള്ള ചോദ്യോത്തരങ്ങളാണ്. വായിച്ചു കേൾക്കാം, ഇവിടെ തൊടുക. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. വായനാ ദിനം കേരളത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതൽ? 1996 ജൂൺ 19 മുതൽ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനു തുടക്കം കുറിച്ചതാരാണ്? PN പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണനാമം എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ തുഞ്ചൻ പറമ്പ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവി, ഹാസ്യ, സമാർട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കവി? കുഞ്ചൻ നമ്പ്യാർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത്? ബാലാമണി അമ്മ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ചെറുശ്ശേരി. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഏത് കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? കഥകളി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്ത്, തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശൂർ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി? കുമാരനാശാൻ. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ജേതാവ് ആര്? G. ശങ്കരക്കുറുപ്പ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനാപ്പാനയുടെ കർത്താവ്? പുന്താനം നമ്പൂതിരി. ഭൂതപ്പാട്ട് രചിച്ചതാര്? ഇടശ്ശേരി ഗോവിന്ദ നായർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം? രാജസമാചാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.